وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, വളരെ ശ്രേഷ്ഠത നിറഞ്ഞ ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ, ഈ ഒരുമിച്ച് കൂടലൊക്കെ നമ്മിൽ നിന്ന് പരിപൂർണമായ നിലക്ക് കബൂലാക്കട്ടെ. അസ്മാഉൽ ബദറിൻ്റെ ബദരീങ്ങളുടെ പേരുകൾ പറയപ്പെട്ട, പരിശുദ്ധമായ ഖുർആൻ ഓതപ്പെട്ട ഒരു മജ്ലിസാണ്. മജ്ലിസുന്നൂർ എന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥനകളാണ്. ആഖിബത്ത് നന്നായി മരിക്കാനും, മരണസമയത്ത് ഇബ്ലീസ് വെള്ളവുമായി വരുമ്പോൾ അവിടെ കാവലുണ്ടാവാനും ഒക്കെ റബ്ബിനോട് ദുആ ചെയ്യലാണ് മജ്ലിസുന്നൂറിൻ്റെ ഓരോ വരികൾക്കിടയിലും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മുന്നിൽ വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ആ പ്രാർത്ഥനക്ക് ഉത്തരം കൂടുതലുണ്ടാവും. ദുആ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്വതക്ക ചെയ്യലൊരു പതിവുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? സ്വതക്ക ചെയ്തതിന് ശേഷമുള്ള പ്രാർത്ഥന, അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യം ചെയ്തതിന് ശേഷമുള്ള പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്. ഒരു മുസ്ലിമിന്റെ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഫർദായ നിസ്കാരം. ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ കൂട്ടമായി ഇരുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. എന്തിനാണ്? നല്ല ഒരു കാര്യം ചെയ്തതിന് ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അതുപോലെ അല്ലാഹുവിനക്ക് ഇഷ്ടമുള്ള ആളുകളെ പറഞ്ഞ് അതിനുശേഷമുള്ള പ്രാർത്ഥനകൾ, അതിനും ഉത്തരമുണ്ട്. ഒരു മനുഷ്യൻ പുറത്ത് മനുഷ്യനോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു തെറ്റ് ചെയ്തു, വളരെ മോശമായ തെറ്റ്. തഫ്സീറു സഅലബിയിൽ ഈ സംഭവം കാണാം. ഇമാം സമർഖന്ദി അദ്ദേഹത്തിന്റെ തംബീഹുൽ ഗാഫിലീനിൽ ഈ സംഭവം പറയുന്നുണ്ട്. അയാൾ ചെയ്ത തെറ്റ്, മഖബറയിൽ പോയി അന്നോ അതിൻ്റെ തലേ ദിവസവും മറവ് ചെയ്യപ്പെട്ടൊരു പെണ്ണിനെ പുറത്തെടുത്ത് കഫം പുടവ ഊരി നഗ്നയാക്കി ആ മയ്യിത്തുമായി വ്യഭിചരിച്ചു എന്നതാണ്. ഇത്രയും വലിയ പാപം അയാൾ ചെയ്തപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമൊക്കെ അയാളോട് എന്ത് പാപം ചെയ്താലും അള്ളാഹു പുറത്തുതരും. ഇത് ശിർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. വധിച്ചിട്ടുണ്ടോ ആരെയെങ്കിലും? ഇല്ല. എന്നാ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതങ്ങ് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഖേദിച്ച് സങ്കടപ്പെട്ട ആ സദസ്സിന്ന് ഇറങ്ങിപ്പോണ്ടി വന്നു. ഒരിക്കലും നിന്റെ റബ്ബിന്റെ തൗബ സ്വീകരിക്കൂല എന്നുള്ള അവസ്ഥയിലായി. കാരണം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി അയച്ചുക. ആ സമയത്തും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കിതാബുകളിൽ പറയുന്നത്, യാ ഇലാഹ മുഹമ്മദിൻ വ ആദമ വ ഹവ്വാ. എന്റെ റബ്ബേ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ഞാനും റബ്ബുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ. ഞാനും റബ്ബുമായിട്ട് എന്താ ബന്ധം? ഞാൻ റബ്ബിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്റെ റബ്ബേ എന്ന് വിളിച്ചിട്ട് എന്താ? അയാള് അള്ളാഹുവിനെ വിളിച്ചത് മുഹമ്മദിന്റെ റബ്ബേ എന്നാണ്. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബുമായിട്ട് ബന്ധമുണ്ട്. ആദം അലൈഹിസ്സലാമിന്റെ റബ്ബേ, ഹവ്വാ ഉമ്മയുടെ റബ്ബേ എന്നാ വിളിച്ചത്. അപ്പൊ കണ്ടോ, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ മുന്നിൽ വെച്ച് നമ്മളെ കാര്യം പറയാ. അപ്പൊ എന്നിട്ട് അള്ളാഹു ആ ദുആ സ്വീകരിക്കുന്നുണ്ട്. മുസ്തഫ നബിക്ക് അള്ളാഹു വഹ്യ് കൊടുക്കുന്നുണ്ട്, നബിയെ ഞാൻ തൗബ സ്വീകരിച്ചിരിക്കുന്നു, പിന്നെ എന്താ നിങ്ങൾക്ക് തൗബ സ്വീകരിക്കാൻ പ്രയാസം എന്നാണ്. അസ്മാഉൽ ബദർ എന്ന് പറഞ്ഞ മുസ്ലിമീങ്ങളെ, ബദരീങ്ങൾ എന്ന് പറഞ്ഞ മുസ്ലിമീങ്ങളെ കൂട്ടത്തില് അള്ളാഹുവിനക്ക് ഇത്ര ഇഷ്ടമുള്ള ആരാ വേറുള്ളത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമല്ലേ ആദ്യം ഇതിൽപ്പെട്ട ആദ്യത്തെ ആള്. അവരെ പറഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്താൽ തീർച്ചയാണ് ആ ദുആക്ക് ഉത്തരവുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ബദരീങ്ങളെ പറ്റി പറയുന്ന അധ്യായമുണ്ട്. ആ അധ്യായം കഴിഞ്ഞതിന് ശേഷം പൂർവ്വകാല മുഹദ്ദിസീങ്ങളുടെ ഒക്കെ ഒരു പതിവുണ്ട്. അവിടെ എത്തുമ്പോൾ ഒരു ദുആ ചെയ്യും. ബദരീങ്ങളെ പറ്റി പറയുന്ന സ്ഥലം പേജെത്തിയാൽ അവിടെ ഒരു ദുആ ചെയ്യും. ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ ദൗവാനി പറയുന്നു, ഞങ്ങളെ ഉസ്താദുമാര് മുഹദ്ദിസീങ്ങളൊക്കെ പറയാറുണ്ട്, ഈ സ്ഥലത്ത് ബുഖാരിയിൽ ഈ സ്ഥലത്ത് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരമുണ്ട് എന്നാണ്. അതുകൊണ്ട് മജ്ലിസുന്നൂറിനെ നമ്മൾ ചെറുതായി കാണാൻ പാടില്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്ന ഒരു മജ്ലിസായിരിക്കും ഇത്. അള്ളാഹു നമുക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ ഒരു കണ്ണ് കാണാത്ത ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് രോഗം ശിഫയാക്കാൻ വേണ്ടി പറയാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ. മുസ്തഫ നബി പറഞ്ഞു, നിങ്ങൾ തന്നെ ദുആ ചെയ്താൽ മതി, ഞാൻ ദുആ പഠിപ്പിച്ചു തരാം. മുസ്തഫ നബി ദുആ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിഹഖ്ഖി നബിയിക മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹഖ് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹഖ് കൊണ്ട് ഞാൻ ചോദിക്കുന്നു. എന്തിനാണ് അങ്ങനെ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുമ്പിൽ വെച്ച് അള്ളാഹുവിനോട് ചോദിച്ചാൽ ആ ദുആക്ക് ഉത്തരമുണ്ടായിരിക്കുന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയാം, അതുകൊണ്ടാണ് ആ ദുആ പഠിപ്പിച്ചു കൊടുത്തത്. അള്ളാഹിന്റെ റസൂലിന്റെ ഹഖ് കൊണ്ട് ചോദിക്കുന്നു. ഏതായാലും വളരെ ശ്രേഷ്ഠമായ ഒരു മജ്ലിസിലാണ് നമ്മൾ ഉള്ളത്. നമ്മുടെ ഈ വൃത്തികെട്ട നാവുകൊണ്ട് ബറക്കത്തിന് വേണ്ടി നുണ പറയുന്ന, കളവ് പറയുന്ന, ചതിക്കുന്ന, വഞ്ചിക്കുന്ന, കാപട്യം പറയുന്ന ഈ നാവുകൊണ്ട് അള്ളാഹുവിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില ആളുകളുടെ മദ്ഹ് നമ്മുടെ നാവിലൂടെ വരാൻ സാധിച്ചല്ലോ. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമദാൻ വിട പറയുകയാണ്. മഗ്ഫിറത്തിന്റെ 10 കഴിയാറായി. മഗ്ഫിറത്തിന്റെ 10 കഴിയാറായി. അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് എത്രത്തോളം നമ്മളൊക്കെ ദുആ ചെയ്തു, പ്രാർത്ഥിച്ചു. ചിന്തിക്കേണ്ട വിഷയമാണ്. കുറച്ച് സമയം നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഈ ചർച്ചയിൽ ഉണ്ടായിരിക്കണം. അള്ളാഹുവിനക്ക് വേണ്ടി ഇപ്പം നമ്മൾ മഗ്ഫിറത്ത് ചെയ്തോ? അള്ളാഹുവിനോട് ശരിക്ക് പൊട്ടിക്കരഞ്ഞ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയുക എന്നല്ലാതെ ശരിക്ക് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്ന് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ മഗ്ഫിറത്തിന് വേണ്ടി? ഇത് മഗ്ഫിറത്തിന്റെ സമയമാണ്. ഇനിയും മഗ്ഫിറത്ത് ഉണ്ടാവുമെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണല്ലോ. ഇന്ന് തീരെയാണ് മഗ്രിബോടുകൂടെ. രാത്രി തറാവീഹ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പല ചെറുപ്പക്കാര്, കല്യാണം കഴിക്കാത്ത കുട്ടികൾ പള്ളിയിൽ വന്ന് കിടക്കാറുണ്ട്. കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. അള്ളാഹുവിനെ കുറിച്ചൊരു ബോധം അവർക്കൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ മക്കളെ ആ രീതിയിൽ വളർത്താൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. തറാവീഹ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ മോനെ ഇനി എഴുത്തുക്കും മിന്നാറിന്റെ സമയമാണ്, പാപങ്ങളിൽ നിന്ന് മുക്തരാവേണ്ട സമയമാണ്. ഇത് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഉത്തരം 10 ദിവസം കൂടി കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും, വില കുറയും. അതുകൊണ്ട് പള്ളിയിൽ പോയി കടന്നോ, എഴുത്തിക്കാഫിലായി ചെയ്തോ, എഴുത്തിക്കാഫിലായി കടന്നോ എന്ന് മക്കളോട് പറയാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരു മനുഷ്യനെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ് ഓഫറുകൾ വെച്ചിട്ടുള്ളത്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എങ്ങനെയെങ്കിലുമൊക്കെ അള്ളാഹുവിന് രക്ഷപ്പെടുത്തൽ, മാപ്പ് നൽകൽ അള്ളാഹുവിനക്ക് ഇഷ്ടവുമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു സംഭവം പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. അയാളുടെ വെള്ളവും ഭക്ഷണവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒട്ടകപ്പുറത്താണുള്ളത്. അബദ്ധവശാൽ കയ്യിൽ നിന്ന് ഒട്ടകം നഷ്ടപ്പെട്ടു പോയി. ഭക്ഷണമില്ല, വെള്ളമില്ല, സഹായിക്കാൻ ആരുമില്ല. മരുഭൂമിയിൽ ഏകാന്തനായി പ്രയാസപ്പെട്ട് കഴിയുമ്പോ ക്ഷീണിച്ച് എന്റെ അവസാനം ഈ മരുഭൂമിയിലായിരിക്കുമെന്ന് വിചാരിച്ച് അവിടെ കടന്നുറങ്ങാണ്. ഉറക്കത്തുനിന്ന് പെട്ടെന്ന് എണീറ്റ് നോക്കുമ്പോൾ ഒട്ടകം പരിസരത്ത് നിൽക്കുന്നു. ചാടിക്കേറി ഒട്ടകത്തെ പിടിക്കുന്നു. ആ ഒട്ടകത്തെ കിട്ടുമ്പോൾ അയാൾക്കുള്ള സന്തോഷം എത്രയാണ്! ഈ സന്തോഷമാണ് അള്ളാഹുവിനിക്ക് തെറ്റ് ചെയ്ത ഒരാൾ തിരിച്ച് റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ. ഒരു ഭാര്യ ഭർത്താവ് തെറ്റി പിണങ്ങി, പിന്നീട് അവർ തമ്മിൽ രഞ്ജിപ്പിലായി, സ്നേഹത്തിലായാൽ എത്രമാത്രം ഒരു ഇഷ്ടമുണ്ടാവും. മകൻ വാപ്പാനോട് ഒരുപാട് കാലമായി വാപ്പാക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, പറഞ്ഞതൊന്നും കേൾക്കൂല. ഒരു ദിവസം മകൻ വന്ന് നിങ്ങളോട് പറഞ്ഞു, വാപ്പാ ഒരുപാട് കാലമായി നിങ്ങൾ പറഞ്ഞൊന്നും ഞാൻ കേൾക്കാറില്ല, പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞാൽ എത്രമാത്രം നിങ്ങളുടെ കൽബിൽ സന്തോഷം ഉണ്ടാവും. ഒരുപാട് കാലമായി നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ഒന്ന് നന്നായി കിട്ടിയെങ്കിൽ എന്ന്. അപ്പോഴാണ് ഓം വന്ന് പറയുന്നത്, വാപ്പാ ഇത്രയും കാലം ഞാൻ ചെയ്തൊക്കെ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു, പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഒരു വാപ്പാക്ക് സന്തോഷം ഉണ്ടാവും. അതിൻ്റെ എത്രയോ 10 മടങ്ങ് ഇരട്ടി ഖാലിഖായ നാഥനായ റബ്ബിന് ധിക്കാരം ചെയ്യുന്ന, അനിഷ്ടം ചെയ്യുന്ന, പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ
ചെയ്യരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ നോക്കിപ്പിടിച്ച് ചെയ്യുന്ന നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മഗ്ഫിറത്തിലേക്ക് മടങ്ങുമ്പോ അള്ളാഹുവിന് അത്രക്കും വലിയ സന്തോഷമാണ്. പാപമോചനത്തിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരുപാട് മാർഗങ്ങൾ പാപമോചനത്തിനുണ്ട്. ഒന്നാമത്തെ ഷഹാദത്താണ്. നല്ല മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മളൊക്കെ ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായ ആളുകളല്ല. പക്ഷെ ഷഹാദത്ത് ചൊല്ലിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഒരു മനുഷ്യൻ മഹ്ശറിൽ ചെല്ലുമ്പോ ജനസമൂഹത്തിന്റെ ഇടയിൽ വെച്ച് അയാൾക്ക് 99 ഏട് എടുത്തു കൊടുക്കുകയാണ്. 99 ഏട്. ഈ 99 ഏടിലും ഇവൻ ചെയ്ത തെറ്റുകളാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ശരിയല്ലേ? അടുത്ത ഏട് എടുത്തിട്ട് ശരിയല്ലേ ചെയ്തിട്ടില്ലേ? ഇത് ചെയ്തിട്ടില്ലേ? എല്ലാം ചെയ്തിക്കണ് എന്നേ ഉത്തരവുള്ളൂ. ഇത് എഴുതി വെച്ച മലായിക്കത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതി പറയാനുണ്ടോ? ഇല്ല, ഒരു പരാതി ഇല്ല. ഇതൊക്കെ ഞാൻ ചെയ്തതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാർഡ് എടുത്തു കൊടുക്കുകയാണ്. ആ കാർഡിൽ എഴുതിക്കുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. എന്നിട്ട് പറയാണ് 99 ഏടും മാറ്റിയേക്ക്. ഈ കാർഡ് മതി, ഇന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു, സ്വർഗത്തിലേക്ക് പോയിക്കോ. പക്ഷെ ഈമാനായിരിക്കണം. ഒരു ജാട ഈമാൻ പറ്റൂല. ഇസ്ലാം സമ്പൂർണമായ ഇസ്ലാം ആയിരിക്കണം. മുസ്ലിമിന്റെ സ്വഭാവങ്ങൾ വേണം. ഖുർആന്റെ സ്വഭാവമാണ് മുസ്ലിമിന്റെ സ്വഭാവം. ഈമാൻ, ശക്തമായ ഈമാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നല്ലോണം വേണം. അപ്പോഴേ ഈ കാർഡ് ഫലിക്കുള്ളൂ. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, ഷഹാദത്തിന് വല്ലാത്ത ഫളലാണ്. നമ്മുടെ കൂട്ടത്തില് പുതു ഇസ്ലാമികൾ ഉണ്ടാവാറുണ്ട്. ഞമ്മക്ക് പോലെ ഒരു വിലയില്ല, ഒരു വിലയും ഞമ്മക്ക് അവരല്ല. സത്യത്തിൽ അവർ എന്ത് ലക്ഷ്യം വെച്ച് ഇസ്ലാമിലേക്ക് വന്നാലും, സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കി ഇസ്ലാമിലേക്ക് വന്നാലും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഖൽബ് തട്ടി പറഞ്ഞാൽ നമ്മളെക്കാൾ ഇപ്പോ നിലവിൽ നമ്മളെ ഈമാനും അയാളെ ഈമാനും നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞമ്മക്കായിരിക്കും പവർ. നമ്മൾ പാരമ്പര്യ മുസ്ലിമാണ്. പക്ഷെ ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ അയാൾക്കൊരു തെറ്റുമില്ല. അയാളെ എല്ലാ തെറ്റും അള്ളാഹു പുറത്തു കൊടുത്തു. പക്ഷെ നമ്മളുടെ അടുക്കൽ അയാൾ 2ാം നമ്പറാണ്. അതെങ്ങനെ മനസ്സിലായെന്നറിയോ? പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം പള്ളിയിൽ ഒരു പുതു മുസ്ലിമിനെ പരിചയപ്പെടുത്തിയപ്പോ ഞാൻ ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ പറഞ്ഞാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ഇസ്ലാമിനെ കബൂലാക്കട്ടെ എന്ന് പറഞ്ഞു. ആമീൻ. ഉറങ്ങി തൂങ്ങിങ്ങാണ്ട് എല്ലാവരും ആമീൻ പതുക്കെ. എന്തൊരവസ്ഥയാണ്! ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അള്ളാഹു അയാളെ ഇസ്ലാമിനെ കബൂലാക്കട്ടെ എന്ന് പറഞ്ഞു ആമീൻ. ഈ രീതിയിൽ നമുക്ക് പാരമ്പര്യ മുസ്ലിമിന്റെ കിബർ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ഷഹാദത്ത് ചെയ്ത ആളുകളൊക്കെ ബഹുമാനിക്കാനൊക്കെ നമുക്ക് കഴിയുന്നുണ്ട്. ആഖിറത്തിൽ ഒരു പക്ഷേ നമ്മളല്ല രക്ഷപ്പെടുക, അവരായിരിക്കും നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പാപങ്ങൾ പൊറുക്കാനുള്ള മറ്റൊരു വഴിയാണ് നിസ്കാരം. നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ കബൂലാക്കട്ടെ. എത്ര നിസ്കരിച്ചാലും പലപ്പോഴും നമ്മുടെ നിസ്കാരങ്ങളൊന്നും ആ ഖുശൂഇലും ഖുദൂഇലും ഇഖ്ലാസിലൊന്നും ആവാറില്ല. എങ്കിലും ആഖിറു സമാനിൽ ചെയ്യുന്ന എല്ലാ ചെറിയ നന്മക്കും വലിയ കൂലിയാണ്. ആ രീതിയിലൊക്കെ അള്ളാഹു നമ്മുടെ നിസ്കാരത്തെ കബൂലാക്കട്ടെ. ഒരു നിസ്കാരത്തിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളെ വീടിന്റെ മുമ്പിലൂടെ ഒരു പുഴ ഒലിച്ചു പോകുന്നു. 5 നേരവും ദിവസവും നിങ്ങൾ അതിൽ മുങ്ങി കുളിക്കുന്നു. പിന്നെ നിങ്ങളെ ശരീരത്തിൽ അഴുക്കുണ്ടാവുമോ? സഹാബത്ത് പറഞ്ഞില്ല. അതുപോലെ 5 നേരം നിസ്കരിച്ചു കഴിഞ്ഞാൽ ഓന്റെ പാപങ്ങൾ അല്ലാഹു ഫുള്ള് കഴുകി വൃത്തിയാക്കി കൊടുക്കും. നല്ല രീതിയിൽ നിസ്കരിക്കാൻ പറ്റും. വീടിന്റെ മുമ്പിലൂടെയാണ് പുഴ. അടുത്ത് പുഴയും കുളവും കിണറൊന്നുമില്ല, പിന്നെ കുളിച്ചോളന്നില്ല. മുമ്പിലൂടെ പോകുമ്പോ എന്തായാലും ഒന്ന് കുളിച്ചാന്ന് വിചാരിക്കുമല്ലോ. ആ രീതിയിൽ 5 നേരം കുളിച്ച ആൾക്ക് ശരീരത്തിൽ അഴുക്കില്ലാത്തതുപോലെ, വിയർപ്പിന്റെ ഗന്ധമില്ലാത്തതുപോലെ 5 നേരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. നമ്മളെ മക്കള് നിസ്കരിക്കാത്തവരുണ്ട്, സുബഹ നമസ്കരിക്കാത്തവരുണ്ട്, ഇശാ നമസ്കരിക്കാത്തവരുണ്ട്, സ്കൂൾ പോയി കഴിഞ്ഞാൽ ദുഹർ നമസ്കരിക്കാത്തവരുണ്ട്, അസ്ർ നമസ്കരിക്കാത്തവരുണ്ട്. നിസ്കരിക്കാത്ത മക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതില്ല. ജീവൻ നിലനിൽക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും കൊടുത്താൽ മതി. ഓവറായിട്ട് നല്ല ചമ്മന്തി ഒന്നും ഉഷാറാക്കി കൊടുക്കേണ്ടതില്ല. നിസ്കരിക്കാത്ത മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ റബ്ബ് ചോദിക്കും. ചെറുങ്ങളൊക്കെ നിങ്ങളെ അമ്മയും വാപ്പയും വളർത്തിയത് അങ്ങനെ ആയിരിക്കുമല്ലോ.
നിസ്കരിച്ചില്ലെങ്കിൽ ഭക്ഷണമല്ല, ഖുർആൻ ഓതിയില്ലെങ്കിൽ ഭക്ഷണമല്ല. ആ രീതിയിൽ മക്കളെ വളർത്തിയില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ സുഖമൊക്കെ ഉണ്ടാവും, പക്ഷെ ആഖിറത്തിൽ നമ്മൾ കുടുങ്ങും. നമ്മൾ മനസ്സിലാക്കുക. പള്ളിയിലേക്ക് മക്കളെ പറഞ്ഞിറക്കാൻ നമുക്ക് സാധിക്കണം. പള്ളിയുടെ വിഷയം ശേഷം വരുന്നുണ്ട്. ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്താൽ അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. സമ്പത്തുള്ള ആളുകൾ ഹജ്ജ് ചെയ്യാൻ ഒരിക്കലും വൈകിപ്പിക്കരുത്. എന്തുകൊണ്ട്? എത്രയും പെട്ടെന്ന് നമ്മുടെ പാപങ്ങൾ അള്ളാഹു കഴുകി തരികയല്ലേ വേണ്ടത്. ഒരുപാട് ആളുകൾ നമ്മളിന്ന് ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഈ പറയുന്നൊരു കൂലി അവർക്ക് കൊടുക്കട്ടെ. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മൻ ഹജ്ജ ലില്ലാഹ് ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. ഒരാൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്താൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല ആ ഹജ്ജിന്റെ ഇടയിൽ എങ്കിൽ ഉമ്മ പ്രസവിച്ചതുപോലെ. പേരിനു വേണ്ടി ഹജ്ജ് ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ കൂലി ഉണ്ടാവില്ല. ഹാജി എന്ന ഓമന പേര് വിളിക്കാൻ വേണ്ടി ഹജ്ജ് ചെയ്യുന്നവർക്ക് ഇതുണ്ടാവില്ല. അവിടെ പോയി തവാഫ് സെൽഫി എടുക്കുന്നു, സഈ സെൽഫി എടുക്കുന്നു, നിസ്കരിക്കുന്നത് ബാക്കിൽ നിന്ന് സെൽഫി എടുക്കുന്നു, കഅബയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് ബാക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഇതൊന്നും ഒരു ഹാജിക്കോ ഒരു മുഅ്തമിറിനോ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അള്ളാഹു ആദരിച്ചതിനെ ആ രീതിയിൽ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് സകാത്താണ്. സകാത്ത് പല ആളുകളും കൊടുക്കും, ചില ആളുകളൊന്നും കൊടുക്കൂല. ബിസിനസ് നടത്തുന്ന ആളുകൾ, കച്ചവടം നടത്തുന്ന ആളുകൾക്കൊക്കെ അതിന്റെ സകാത്ത് ഉണ്ടാവുമല്ലോ. ഈ സകാത്ത് കൊടുക്കേണ്ട ആളുകളിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം തീയിനെ കെടുത്തും പോലെ സകാത്ത്, സ്വതക്ക അതൊക്കെ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്നതാണ്. സകാത്തിൽ ശ്രദ്ധിക്കേണ്ടത് അത് അവകാശികളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കണം. പ്രിയപ്പെട്ട ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സകാത്ത് കൈകാര്യം ചെയ്യുന്ന ഉമ്മമാരാണ്. കുറച്ചെടുത്തിട്ട് അയൽവാസിക്ക് കൊടുക്കും. അപ്പൊ ഇവിടെ കുറച്ച് കുറവ് വന്നു. അപ്പൊ ഓന്റെ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ടും തരും. ഇതെന്താ കച്ചവട? അയൽവാസി എന്ന നിലക്കല്ല സകാത്ത് കൊടുക്കേണ്ടത്. അവകാശി ആണോ, ഫക്കീറാണോ, മിസ്കീനാണോ, അല്ലെങ്കിൽ കടം കൊണ്ട് വലഞ്ഞവനാണോ, ഈ രീതിയിലുള്ള ആൾക്കേ സകാത്ത് കൊടുക്കാവൂ. അല്ലാതെ അയൽവാസി കൊടുക്കുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു പതിവുണ്ട്. അയൽവാസി കൊടുക്കും, അയൽവാസി ഇങ്ങോട്ടും തരും. അവകാശിയാണോ അല്ലേ, ഇതൊന്നും നോട്ടല്ല. ആ രീതിയിൽ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സക്കാത്ത് വീടില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. വുദൂ ചെയ്താൽ ആ വെള്ളം നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്നതാണ്. എന്തിനാണ് റബ്ബ് ഇങ്ങനെയൊക്കെ അവസരങ്ങൾ വെച്ചത്? എങ്ങനെയെങ്കിലും ഒക്കെ ഇത് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ. വുദൂ എടുത്ത വെള്ളം പോലും, വുദൂ വെള്ളം എത്താത്ത സ്ഥലം ഏതാ? എല്ലാ സ്ഥലത്തേക്കും വെള്ളം എത്തുന്നു. ആ വെള്ളം തട്ടിയ സ്ഥലത്ത് നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുമ്പോ പാപങ്ങൾ അങ്ങനെ പൊറുക്കുക. നോക്കൂ നിങ്ങൾ, വുദൂ ചിട്ടയോടെ ചെയ്യണം. ഇബാദത്തിന്റെ ഭാഗമാണ് എന്നുള്ള നിലക്ക് ചെയ്യണം, അല്ലേ? മണക്കാൻ പറ്റാത്തത് മണത്തിട്ടുണ്ടാവും, കേൾക്കാൻ പറ്റാത്തത് കേട്ടിട്ടുണ്ടാവും, മണക്കാൻ പറ്റാത്തത് മണത്തിട്ടുണ്ടാവും. അതുകൊണ്ട് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോ അങ്ങനത്തെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തിരും. ഇമാം മുസ്ലിമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കേൾക്കാൻ പറ്റാത്തത് കേട്ടിട്ടുണ്ടാവും, ചെവി കഴുകുമ്പോ ആ പാപങ്ങൾ അള്ളാഹു പുറത്തിരാണ്. പിടിക്കാൻ പറ്റാത്തത് പിടിച്ചിട്ടുണ്ടാവും, കൈ കഴുകുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പാപങ്ങൾ പുറത്തിരാണ്. ചിന്തിക്കാൻ പറ്റാത്ത ചിന്തിച്ചിട്ടുണ്ടാവും, തല തടവുമ്പോ, അതാ തല ഫുള്ളായിട്ട് തടയണം എന്ന് പറയുന്നത്. തല തടവുമ്പോ ആ പാപങ്ങൾ അള്ളാഹു പുറത്തിരും. വുദൂ എടുത്തതിന് ശേഷം തോത്താൻ പാടില്ല എന്ന് പറയും. തോർത്താൻ പാടില്ല, അതിങ്ങനെ ഓരോ തുള്ളി ഇങ്ങനെ ഒറ്റി വീഴണം. അപ്പൊ അതിന്റെ ഓരോ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയാണ്. ഒന്നായിട്ട് തുടച്ചു കളഞ്ഞാൽ പിന്നെ അത് പോയി. തുടച്ചു കളയൽ കറാഹത്താണ്. ഒറ്റി ഒറ്റി വെള്ളം ശരീരത്തിന് വീഴണം. പാപങ്ങളാണ് ആ കൊഴിഞ്ഞു വീഴുന്നത്. വുദൂയിൽ പോലും മഗ്ഫിറത്ത് വെച്ച പടച്ച റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക്. എങ്ങനെയെങ്കിലും ഈ സാധനം രക്ഷപ്പെടട്ടെ എന്നല്ലേ അള്ളാഹു വിചാരിക്കുന്നത്. മുഖം കൊണ്ട് ചെയ്ത തെറ്റുകൾ, മുഖം കഴുകുന്നതോടുകൂടെ അള്ളാഹു പുറത്തുതരാണ്. നടക്കാൻ പറ്റാത്തതിലേക്ക് നടന്നു പോയതിന്റെ തെറ്റ് കാല് കഴുകുമ്പോ അള്ളാഹു പുറത്തുതരാണ്. നോക്കൂ നിങ്ങൾ,
കൂട്ടത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട വിഷയം. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലാത്തതാണ്. ഒരു ഹറാമ് നിങ്ങളിൽ നിന്ന് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. കാരണം അതുകൊണ്ടാണല്ലോ സുന്നത്തിന്റെ കൂലി കിട്ടുന്ന മജ്ലിസിൽ നിങ്ങൾ വന്നിരിക്കുന്നത്. മജ്ലിസുൻ നൂറിലും സ്വലാത്തിലും ദുആയിലും ഇൽമിലും ഇതൊക്കെ സുന്നത്തുകളാണ്. സുന്നത്തിൽ നിങ്ങൾ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹറാമ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും വരൂല. അതുകൊണ്ട് ഉമ്മമാരോട് ഞാനൊരു കാര്യം ഉണർത്തുകയാണ്. നിങ്ങളൊക്കെ നല്ലവരാണ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്തും മർദിയത്തും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നരകത്തിൽ പോകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സ്വർഗത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്താണ് ആ കാര്യം? ഔറത്ത് മറക്കുക എന്നത്. എന്താണ് ഔറത്ത്? നമ്മുടെ ശാഫിഈ മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം, ശരീരം മുഴുവൻ അന്യ സ്ത്രീ പുരുഷന്മാരുടെ മുമ്പിൽ ഔറത്താണ്. ഇന്ന് അത് ഔറത്തല്ലാത്ത രീതിയിലാണ് വ്യാപകമായ രീതി. എല്ലാവരും അങ്ങനെയാണ്. കുറ്റപ്പെടുത്തല്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നിങ്ങൾ ആ മുഖമൊന്ന് മറച്ചാൽ, കുറ്റപ്പെടുത്തല്ല, മുഖമൊന്ന് മറച്ചാൽ, ഒരു നിഖാബ് വാങ്ങാൻ 50 രൂപയല്ലേ ആവശ്യമുള്ളൂ. ഒരു കയ്യുറ വാങ്ങാൻ 25 രൂപയല്ലേ ആവശ്യമുള്ളൂ. 25, 50, 100. കാല് പിന്നെ ഇനിയിപ്പോ അത്ര ശ്രദ്ധിക്കൂല, മറക്കണ്ട് തന്നെയാണ്. 100 രൂപ കൊണ്ട് അള്ളാഹുവിന്റെ ശാപത്തിൽ നിന്ന്, ഹറാമിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടൂടെ? അതുകൊണ്ട് നല്ലവരായ ഉമ്മമാരുടെയും പറയാണ്, നിങ്ങൾ കരുതിക്കൂട്ടി ചെയ്യുന്ന തെറ്റല്ല ഇത്. പല തെറ്റുകളും നമ്മൾ അറിയാതെ നമ്മിൽ നിന്ന് വന്നു പോകുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കൂല, പക്ഷെ തെറ്റായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കള്ള് കുടിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു സുഖം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, ഹറാമായി രേഖപ്പെടുത്തുന്നുണ്ട്. വ്യഭിചരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്ത് തെറ്റ് ചെയ്താലും ഹറാമ് തിന്നുകയാണെങ്കിൽ തിന്നുമ്പോൾ അതിന്റെ ഒരു സുഖം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, തെറ്റായി രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ അതിന്റെ സുഖം ആസ്വദിക്കുന്നൊന്നുമില്ല, നിങ്ങളിത് അറിയുന്നില്ല. അറിയാതെ നമ്മുടെ ജീവിത രീതി, ചുറ്റുപാട്, സാഹചര്യം ചെറുപ്പത്തിലേ അങ്ങനെ ആയതുകൊണ്ടാണ്. എല്ലാവരും അങ്ങനെയാണ് വളരുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്തില്ല, മനഃപൂർവ്വം കരുതിക്കൂട്ടി ഒരു തെറ്റ് ചെയ്യുന്നൊന്നുമില്ലെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ ഇതൊരു തെറ്റാണ്. ഔറത്ത് പരിപൂർണമായി മുഖവും മുൻകൈയും മറക്കാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും ചില പെണ്ണുങ്ങളൊക്കെ എൻ്റെ കുടുംബത്തിൽ ഉണ്ട്, ഭർത്താവ് മരിച്ചതിന് ശേഷം മുഖം മറക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, പറയാറില്ലെങ്കിലും എൻ്റെ മനസ്സിൽ വരും, റബ്ബേ, ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്നെ എല്ലാവരും കണ്ടോട്ടെ, മരിച്ചതിന് ശേഷം ഞാൻ ആരും കാണണ്ട എന്നാണല്ലോ ഇപ്പൊ തീരുമാനമെടുത്തിട്ടുള്ളത്. സത്യത്തിൽ ഒരു പെണ്ണിന്റെ ശരീരം അത് ഭർത്താവിന് മാത്രമുള്ളതാണ്. ഭർത്താവ് മാത്രമേ കാണാൻ പാടുള്ളൂ, മറ്റുള്ള ആരും അത് കാണാൻ പാടില്ല. അപ്പൊ നമ്മൾ മുഖം മറച്ചു കഴിഞ്ഞാൽ, കൈ മറച്ചു കഴിഞ്ഞാൽ ഒരു ചെലവുമില്ല. ചിലപ്പോ അയൽവാസികളൊക്കെ ഒന്ന് കളിയാക്കും, ഓ ഇജിപ്പോ സലാത്തിനും മജ്ലിസിനൊക്കെ പോയിട്ടൊന്ന് നന്നായിക്കണല്ലോ എന്ന് പറയെങ്കിലും അതൊരു വഷളത്തരമല്ല. ആഖിറത്തിൽ റബ്ബിന്റെ മുമ്പിലുള്ള വഷളത്തരാണ് വലിയ വഷളത്തരം. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അറിയാതെ നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളാണ്. ആണുങ്ങളെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു തെറ്റാണ് തുണി മടക്കി കുത്തി അങ്ങാടിയിലൂടെ നടക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ സുഖം നമ്മൾ ആസ്വദിക്കണമെന്നില്ല, പക്ഷെ തെറ്റാണ്. മുട്ട് കാണുന്നുണ്ട്, ഔറത്ത് വെളിവാകുന്നുണ്ട്. ചെറുപ്പക്കാരായ ആളുകൾ പന്ത് കളിക്കാൻ വേണ്ടി പോകുമ്പോ ട്രൗസർ ഇട്ട് കഴിഞ്ഞാൽ പലപ്പോഴും മുട്ട് മറയുന്നില്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കാതെ നമുക്ക് കിട്ടുന്ന തെറ്റാണ്, ഹറാമാണ്. നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഗ്ഫിറത്ത് തരും. ഈ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്, ഹറാമിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഔറത്ത് മറക്കൽ എല്ലാവർക്കും വാജിബാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും ഒക്കെ മറക്കൽ നിർബന്ധമാണ്. ചില ആളുകൾ മനസ്സിലാക്കിക്കുന്നത് അത് ആലിമീങ്ങളെ കുടുംബത്തിലാണ് അങ്ങനെ ഒരു നിർബന്ധം ഉള്ളത് എന്നാണ്. ആലിമീങ്ങളെ ഭാര്യമാരും മക്കളും അവരൊക്കെ മുഖവും മുൻകൈയും മറക്കൽ അവർക്ക് നിർബന്ധമാണ്, മറ്റുള്ളവർക്ക് അത് നിർബന്ധമല്ല എന്നല്ല. അല്ല, എല്ലാവർക്കും നിർബന്ധമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ നന്മ ഉദ്ദേശിക്കുന്നവരാണ്, നല്ല വഴിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്.
അതുകൊണ്ടാണ് നിങ്ങൾ മജ്‌ലിസുൻ നൂറിന് വരുന്നത്, മുടങ്ങാതെ സ്വലാത്തിന് വരുന്നത്, മുടങ്ങാതെ സദഖ ചെയ്യുന്നത്, മുടങ്ങാതെ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, മുടങ്ങാതെ ഇൽമിന്റെ മജ്‌ലിസുകളിൽ പങ്കെടുക്കുന്നത്, എപ്പോഴും നിങ്ങൾ ദുആ ചെയ്യുന്നത്, പലപ്പോഴും നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യുന്നത് നന്മയുടെ ആളുകളായതുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നിങ്ങൾ മറന്നുപോയ ഒരു കാര്യത്തെ നിങ്ങളുടെ ആഖിറം ഗുണം ലക്ഷ്യമാക്കി സൂചിപ്പിച്ചു എന്ന് മാത്രം, വേറൊന്നുമില്ല. നിങ്ങൾ മറച്ചു നടന്നാലും മറക്കാതെ നടന്നാലും ഞാൻ നിങ്ങളെ നോക്കാനൊന്നും വരുന്നില്ല. പക്ഷേ ആഖിറത്തിൽ നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി സ്നേഹബുദ്ധിയ നിങ്ങളെ ഉണർത്തിയെന്ന് മാത്രം. പലപ്പോഴും ഭർത്താക്കന്മാർക്ക് മുഖം മറക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്നത് മാത്രമേ നമ്മൾ അവിടെ നോക്കേണ്ടതുള്ളൂ. അള്ളാഹുവിനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ആര് പറഞ്ഞാലും അത് കേൾക്കേണ്ടതില്ലാതെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പള്ളിയിലേക്ക് നടന്നാല് ഓരോ സ്റ്റെപ്പിനും കൂലിയാ. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്ന് പറയുന്നുണ്ട്, നബിയെ, വീട് കുറെ അകലെയാണ്, ഇപ്പൊ പള്ളിക്ക് ചുറ്റൊന്നും ഇപ്പൊ ആരുമില്ല, ഞാൻ വീട് ഇങ്ങോട്ട് മാറ്റട്ടെ. എന്തിന്? നിസ്കരിക്കാനൊക്കെ പെട്ടെന്ന് വരാൻ. പള്ളിന്റെ അടുത്തേക്കാണ് പണ്ട് ആളുകളൊക്കെ വീട് എടുത്തു വരിക. ഇപ്പൊ പള്ളിന്ന് പരമാവധി ദൂരത്തേക്ക് ബാങ്ക് കേൾക്കാത്തോടത്തേക്ക് പോവുക. എന്നാ പിന്നെ ബാങ്ക് കേട്ടില്ലെങ്കിൽ പള്ളിക്കൊക്കെ വരണ്ടല്ലോ, ദൂരത്തേക്ക് പോവാണ്. പണ്ട് പള്ളിന്റെ അടുത്തേക്ക് വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബനൂ സലിമ ഗോത്രക്കാരെ, നിങ്ങൾ പള്ളിക്ക് പരിസരത്തേക്ക് നിങ്ങളുടെ താമസം മാറ്റണമെന്ന് കേട്ടു. അതേ നബിയെ, ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്. യാ ബനീ സലിമ ദിയാറക്കും, ബനൂ സലിമ നിക്കണോർത്ത് നിന്നാ മതി. ദിയാറക്കും എന്ന് പറഞ്ഞതാ, നിങ്ങളിപ്പോ നിക്കണോർത്ത് അവിടെ നിന്നാ മതി. തുക്തബ് ആസാറുക്കും ദിയാറക്കും, തുക്തബ് ആസാറുക്കും ദിയാറക്കും, തുക്തബ് ആസാറക്കും. നിക്കണോടത്ത് നിന്നോളി. നിങ്ങൾ ഈ നടന്നു വരുമ്പോ ഓരോ ചവിട്ടടികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി എഴുതുന്നുണ്ട്, മഗ്ഫിറത്ത് രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ്. പള്ളിയിലേക്ക് വരുന്ന ദൂരം കൂടുന്നതിനനുസരിച്ച് അവനക്ക് കൂലി ഉണ്ട് എന്നാണ്. മഗ്ഫിറത്തിന്റെ ഒരു വജ്ഹാണ് ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്. നന്മകൾ ഇങ്ങനെ ചെയ്യുമ്പോ പാപങ്ങൾ അങ്ങനെ അല്ലാഹു മായ്ച്ച് നമ്മളിൽ നിന്ന് കളയുകയാണ്. പള്ളിയിലേക്ക് നടന്നു വരിക, അത് എത്ര ദൂരത്തു നിന്നാണെങ്കിലും അതിന് വല്ലാത്ത കൂലിയാണ്. ദിക്റിന് വല്ലാത്ത കൂലിയാണ്. ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് വല്ലാത്ത കൂലിയാണ്. ഒരു ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം പറഞ്ഞാൽ ഹുത്തത് ഖതായാഹു, അവന്റെ പാപങ്ങളൊക്കെ അല്ലാഹു ഒഴിവാക്കി കൊടുക്കും എന്നാണ്. വലൗ കാനത് മിസ്ല സബദിൽ ബഹർ, കടലിലെ നുരകളോളം തെറ്റുണ്ടെങ്കിലും ദിക്ർ, അത് ഈ ദിക്ർ മാത്രമല്ല, ഏത് ദിക്റിനും അങ്ങനത്തെ ഫളീലത്തുണ്ട്. അസ്ർ നമസ്കാര ശേഷം നമ്മുടെ മുതഅല്ലിമീങ്ങൾ പള്ളിയിൽ ഇരുന്ന് ദിക്റല്ലോ, മഗ്രിബിന് തൊട്ട് മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. വലിയ ദിക്റാണത്. എത്രയോ പഠിക്കാനുണ്ട്, ഒരുപാട് തിരക്കുണ്ട്. എന്നാലും എന്തിനാണ് ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് ആ ദിക്റല്ലുന്നത് വല്ലാത്ത മഹത്വം ഉണ്ടായതുകൊണ്ടാണ്. പല ആളുകളും അതിൽ വന്നിരിക്കാറുണ്ട്. നമ്മുടെ ഹൽഖ മുടങ്ങാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആഖിറത്തിൽ രക്ഷപ്പെടാൻ അത് മദീനാണ്. ശ്രദ്ധയോടുകൂടെ ദിക്റിന് വല്ലാത്ത മഹത്വമാണ്. കൂട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സൂചിപ്പിക്കുന്നത്, ആ ദിക്ർ തിങ്കളാഴ്ച നമ്മുടെ പള്ളിയിൽ ഹൽക്ക നടക്കുമ്പോൾ ആ ദിക്ർ വീട്ടിൽ നിന്ന് നിങ്ങളൊക്കെ ചൊല്ലണം. അതിന്റെ PDF ഫോണിലൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഉപയോഗിച്ച് ആ ദിക്ർ നമ്മൾ മുടങ്ങാതെ ചെല്ലുക. കൂട്ടമായി പല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നടന്നു പോകുന്നത്. അങ്ങനെ ഉണ്ട്. 1000 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഈ ആഴ്ചയിൽ നിങ്ങൾ ചെല്ലണം എന്ന് പറഞ്ഞാൽ ആരും ചെല്ലുക? ആരും ചെല്ലൂല. അതിനാണ് കൂട്ടമായി പോസ്റ്റർ അടിക്കുന്നതും സംഘടിപ്പിക്കുന്നതും സമ്മേളിക്കുന്നതും. കാര്യം നടന്നു പോവാനാണ്. പഴയ കാലത്ത് അതിന്റെ ഒന്നും ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. ഒറ്റയ്ക്കിരുന്നിട്ട് അവനാന്റെ ആഖിറ അവനാ നോക്കും. ഇന്ന് അങ്ങനെ അവനാന്റെ ആഖിറ അവനാ നോക്കില്ല. മഹല്ല് കമ്മിറ്റി നോക്കണം, മദ്രസ കമ്മിറ്റി നോക്കണം. അപ്പൊ എല്ലാരും വിളിച്ചു കൂട്ടും, നോട്ടീസ് അടിക്കണം. എന്നാൽ ഇതൊക്കെ നടക്കുവോ? ഇന്നിപ്പോ നമ്മള് 100 സ്വലാത്തിൽ 133 സ്വലാത്തിൽ ഇത് നമ്മള് വീട്ടിലാണെങ്കിൽ ചെല്ലുവോ?
അല്ലെങ്കിൽ ഇതിൽ വരാത്തവരിപ്പോ അത് ചെല്ലുന്നുണ്ടോ? ഇല്ല. തിങ്കളാഴ്ച പള്ളിയിൽ വന്ന് നമ്മളത് ശീലമാക്കിയത് കൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും എത്ര ദിക്ർ ചൊല്ലിയ കൂലി നമുക്ക് കിട്ടുന്നത്? ഇത് നമ്മളോട് സ്വന്തമായി ചെല്ലാൻ പറഞ്ഞ ആരെങ്കിലും ചെല്ലോ? ഇല്ല. ഇൽമ് പഠിക്കാൻ യൂട്യൂബിൽ ഇൽമുണ്ട് എന്ന് വിചാരിച്ച് ആരെല്ലോ കേട്ട് ഉദ്ധരിക്കലുണ്ട്. വേറെന്തല്ലാണ്ട് സമ്മേളിച്ച് കൂട്ടമായി ചെയ്യുമ്പോ അതൊരു ചര്യയായി നമ്മൾ പതിവാക്കുമ്പോ അതിന് വല്ലാത്ത പുണ്യമാണ്, വല്ലാത്ത കൂലിയാണ്. അത് നടന്നു പോവും. അതാണ് അതിന്റെ കാര്യം. ഒറ്റക്കാണെങ്കിൽ നമുക്കൊന്നും ഇത് ചെയ്യാൻ കഴിയൂല. മാത്രമല്ല, ഒരു മനുഷ്യൻ സഹിക്കുന്ന മുസീബത്തിന് പോലും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കാൻ. പടച്ച റബ്ബിന് നമ്മൾ പാപത്തിൽ നിന്നൊഴിവാകാൻ എന്ത് ആഗ്രഹമാണ്, എന്തൊരു ഇഷ്ടമാണ്. നിങ്ങളുടെ കാലൊന്ന് വെച്ചൂത്തി, അല്ലെങ്കിൽ നഖം ഇറച്ചിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി ശക്തമായ വേദന എടുക്കുന്നുണ്ട്. അള്ളാഹു അതിനൊക്കെ നിങ്ങൾക്ക് മഗ്ഫിറത്ത് തരുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ല. ഊരവേദനയില്ലേ, അള്ളാഹു മഗ്ഫിറത്ത് തരുന്നുണ്ട്. ആ കാരണത്താൽ അള്ളാഹു പാപം പൊറുക്കുന്നുണ്ട്. തലവേദന ഉണ്ടാവാറില്ലേ, ആ കാരണത്താൽ അള്ളാഹു പാപം പുറത്തു തരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെടട്ടെ എന്നാണല്ലോ നമ്മളെ ഖാലിഖായ റബ്ബ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു യജമാനൻ ഇങ്ങനെ ഉദ്ദേശിക്കോ? ഇങ്ങോട്ട് വാശിയാണെങ്കിൽ അങ്ങോട്ടും വാശി, ഇങ്ങോട്ട് പകയാണെങ്കിൽ അങ്ങോട്ടും പക. ഇതല്ലേ ഒരു യജമാനൻ ഉണ്ടാവുക? അള്ളാഹുവിന്റെ സ്വഭാവം നോക്കൂ നിങ്ങൾ. എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് രക്ഷപ്പെടട്ടെ. ഇതൊന്നും ഇപ്പൊ നമ്മൾ കരുതി ഉണ്ടാക്കണമെന്നൊന്നുമില്ല. ഊരവേദന മുട്ടുവേദന നമ്മൾ കരുതി ഉണ്ടാക്കണമല്ല. എന്നിട്ട് പോലും പാപങ്ങൾ അത് കാരണമായി അള്ളാഹു പുറത്തുതരാൻ. വയറുവേദന ഉണ്ടാവാറില്ലേ, അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. എത്രത്തോളം ഒരു മനുഷ്യൻ മരിക്കുമ്പോ പോലും പാപങ്ങൾ പൊറുക്കുന്നുണ്ട്. മരണത്തിന്റെ വേദന എത്ര! ഒരു വെട്ട് ചിലപ്പോ സഹിക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവും. 70 വെട്ട് വെട്ടിയോടത്തേക്കന്നെ വെട്ടിയാൽ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? ആ 70 വെട്ടിന്റെ വേദനയാണ് മരണത്തിന്റെ ഒരു അംശത്തിന്. മരണത്തിന് മൊത്തല്ല. സക്റത്തും മിൻ സക്റാത്തിഹി, മരണത്തിന്റെ വേദനകളിൽ നിന്ന് ഒരു ഭാഗത്തിന്റെ വേദന 70 വെട്ട് വെട്ടുന്നതിന്റെ പേര്. പാപങ്ങൾ പൊറുക്കുന്നുണ്ട് മരിച്ചുമ്പോ എന്ന് പറഞ്ഞാൽ ഫുള്ള് പൊറുക്കുന്നു വിചാരിക്കണ്ട. ഫുള്ള് പൊറുത്താ പിന്നെ എല്ലാവരും സ്വർഗത്തിലാവില്ലേ? എല്ലാവരും മരിക്കണില്ലേ? ഫുള്ളല്ല. പാപങ്ങൾ അള്ളാഹു അതുകൊണ്ടൊക്കെ പൊറുക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ അകത്ത് രോഗങ്ങൾ ഉണ്ടായാലും മുസീബത്ത് ഉണ്ടായാലും, മകൻ മരിച്ചു, നമ്മൾ ക്ഷമിച്ചു, അള്ളാഹു പാപം പൊറുക്കുന്നുണ്ട്. ഉമ്മ മരിച്ചു, നമ്മൾ ക്ഷമിച്ചു, പാപം പൊറുക്കുന്നുണ്ട്. മുസീബത്തുകൾക്കൊക്കെ അള്ളാഹു പാപം പൊറുക്കുന്നുണ്ട് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഹത്ത ശൗകത്തി യുശാഖുഹ, അവന്റെ കാലിൽ തറക്കുന്ന മുള്ളിന് പോലും അള്ളാഹു അത് കാരണമായി പാപങ്ങൾ പൊറുക്കുന്നുണ്ട് എന്നാണ്. ഒരു മനുഷ്യൻ ആകാശം മുട്ട തിന്മകൾ ചെയ്തവരാണെങ്കിലും ചോദിക്കേണ്ട സമയത്ത് ഖൽബറിഞ്ഞ് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അത് പുറത്തിരുന്നു. ലാ ഉബാലി യബ്ന ആദം ലൗ ബലഗത് ദുനൂബുക അനാന സമാ, ആകാശത്തിന്റെ ഉച്ചയോളം നിന്റെ പാപങ്ങൾ ഉയർന്നാലും മനുഷ്യ എനിക്കത് വിഷയമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. ചോദിക്കണ്ടമാതിരി ചോദിച്ചാൽ അതൊരു വിഷയമല്ല. ഭൂമിയോളം തെറ്റുകൾ നീ കുന്നുകൂട്ടിയാലും നീ ചോദിക്കണ്ടമാതിരി എന്നോട് ഖൽബ് പൊട്ടി ചോദിച്ചാൽ അത്രക്കും മഗ്ഫിറത്ത്, ഭൂമിയോളം മഗ്ഫിറത്ത് ഞാൻ നിനക്ക് തരുമെന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം. അതുകൊണ്ട് തെറ്റ് ചെയ്ത ആളുകളൊക്കെ അല്ലാഹുവിലേക്ക്, എല്ലാവരും തെറ്റ് ചെയ്ത ആളുകളാണല്ലോ, അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പാപങ്ങൾ പൊറുക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരു മനുഷ്യൻ അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ ആദ്യമായി നമുക്ക് വേണ്ടത് ചെയ്ത തെറ്റുകളെ സംബന്ധിച്ചൊരു ഖേദമാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കണം. അന്യ സ്ത്രീയെ നോക്കി അതൊന്നും കുഴപ്പമില്ല, ഇപ്പൊക്കെ അങ്ങനെ തന്നെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ തലങ്ങും ബലങ്ങും തെറ്റുവരാണ്. അന്യ സ്ത്രീയെ നോക്കി പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോയതാണ്, അറിയാതെ ഇബ്ലീസ് നോക്കി പോയതാണ്. അസ്തഗ്ഫിറുല്ലാഹ്. ഖൽബിൽ വേണ്ടിന്നില്ല, ഇത് വന്ന മതി, ഇത് മൂമിന്റെ ലക്ഷണമാണ്. പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വേണ്ടിന്നില്ല എന്ന ഒരു തിരിച്ചു നടത്തം ഇതുണ്ടായാൽ മതി, ഇത് മൂമിന്റെ ലക്ഷണം. എന്നാ ചില ആളുകൾ ഉണ്ടാവും തെറ്റ് അതൊന്നും വിഷയമല്ല, ഹറാം അതൊന്നും വിഷയമല്ല. ഈ രീതിയിലൂടെ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഖേദം ഉണ്ടായില്ലെങ്കിൽ
അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തു, അതിന്റെ പേരിൽ ഖേദമില്ല, മുനാഫിഖാണ്. പേടിക്കണം, അവന്റെ ഈമാൻ ദുർബലമായി എന്നാണ് അർത്ഥം. നമ്മളെ കുട്ടികള് അല്ലേ, ഇന്നത്തെ കുട്ടികള് ഒരു സിമ്പിളായി ഒരു തെറ്റേ അല്ലാത്ത രീതിയിൽ കാണുന്നതാണ് ആണും പെണ്ണും ഇല്ലേ ഒരുമിച്ച് കൂടൽ. സ്കൂളിൽ പോകുന്ന നമ്മുടെ കുട്ടികള് ആണും പെണ്ണും, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ്, ഇതൊക്കെ ഹറാമല്ലേ? അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യല്ലേ? നമ്മളെ മക്കളെ നമ്മൾ പ്രയാസപ്പെട്ട് കാശ് കൊടുത്ത് പഠിപ്പിക്കുന്നത് അള്ളാഹുവിനിക്ക് തെറ്റ് ചെയ്യാനാണോ? സ്കൂളിൽ ചേർത്തുമ്പോ ഏത് സ്കൂളിൽ ചേർത്തണമെന്നൊക്കെ രക്ഷിതാക്കളെ ചിന്തിച്ചില്ലെങ്കിൽ ആഖിറത്തിൽ നമ്മളെ കുടുങ്ങിപ്പോകും. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അങ്ങാടിയിലൂടെ ഒന്ന് പോയാൽ മതി, ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തടുത്തിരിക്കുന്നത് കാണാം. വേണ്ട, ആൺകുട്ടികളുടെ മടിയിൽ പെൺകുട്ടികൾ ഇരിക്കുന്നത് കാണാം. വേണ്ട, ഒരാണും ഒരുപാട് പെൺകുട്ടികളും കൂടിയിരുന്ന് രഹസ്യം പറയുന്നത് കാണാം. ആരാണ് പറഞ്ഞയച്ചത് സ്കൂളിലേക്ക്? രക്ഷിതാക്കളാണ്. രക്ഷിതാക്കൾക്ക് ഇതിന്റെ പേരിൽ കുറ്റം കിട്ടല്ലേ? ഏത് സ്കൂളിൽ ചേർക്കണം എന്ന് ചിന്തിക്കേണ്ടത് രക്ഷിതാക്കളാണ്. അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. മതബോധമില്ലെങ്കിൽ വല്ലാത്ത പ്രശ്നമാണ്. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല. നിങ്ങൾ ഒരുപാട് കാശ് കൊടുത്ത് ലക്ഷക്കണക്കിന് കാശ് കെട്ടിവെച്ച് 2 ലക്ഷം 3 ലക്ഷം കൊടുത്തിട്ടാണ് ബാംഗ്ലൂരിലും അവിടെയും ഇവിടെയും നമ്മുടെ പെൺകുട്ടികളെ പഠിക്കാൻ വിടുന്നത്. അന്തമുണ്ടോ രക്ഷിതാക്കൾക്ക്? ഈ പെൺകുട്ടി അവിടെ പോയി കള്ളു കുടിച്ച് കിടക്കുന്ന വീഡിയോ എത്രയാണ് യൂട്യൂബിലൂടെ വരുന്നത്? അല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സംഭവം എത്രയാണ്? ഇതൊന്നും മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് ഇപ്പോഴും ബോധമില്ലെങ്കിൽ ഇതിന്റെ അനന്തര ഫലം എന്തായിരിക്കും? ഏത് രക്ഷിതാവും ഇന്ന് ചിന്തിക്കുന്നത് എന്റെ മകൻക്കൊരു ജോലി വേണം, ചെറിയ ജോലിയൊന്നും പോലെ വലിയ ജോലി വേണം, എന്റെ മകൾക്കൊരു ജോലി വേണം, എന്ത് ജോലിയിലും വേണ്ടില്ല വലിയ ജോലി വേണം. എന്നിട്ട് ഞങ്ങൾ സുഖമായി ജീവിക്കണം, നല്ലൊരു വണ്ടി എടുക്കണം, വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം, വൈകുന്നേരം വണ്ടിയിൽ കയറി എല്ലാവരും ഇങ്ങനെ നാടൊന്ന് ചുറ്റാൻ ഇറങ്ങണം, നല്ല റാഹത്താണ്, സുഖമാണ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ കാശ് കെട്ടിവെച്ച് പഠിപ്പിച്ച് ബർക്കത്തില്ലാതെ, നിസ്കാരമില്ലാതെ, നോമ്പില്ലാതെ, നല്ല കാര്യങ്ങളില്ലാതെ ഹറാമും ചെയ്ത് ഈ കുട്ടി വളർന്നു വന്ന് അവൻക്ക് എത്ര പൈസ ഉണ്ടായാലും ഉമ്മാക്ക് സുഖം കിട്ടാൻ അവൻ കൊണ്ടുപോയി ആക്കുന്നത് വൃദ്ധസദനത്തിലാണ്. മക്കൾക്ക് മതബോധമില്ലെങ്കിൽ ഉമ്മാനെയും വാപ്പാനെയും അവൻ കൊണ്ടുപോയി വെക്കുന്നത് വൃദ്ധസദനത്തിലാണ്. ആരാ ഉത്തരവാദി? ഉമ്മയും വാപ്പയും. സഹിക്കണം, സഹിച്ചേ മതിയാവൂ. കാരണം ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്ത് സുഖമായി ജീവിക്കാനാണല്ലോ ഇവനെ പഠിപ്പിച്ചത്. ഉമ്മാക്ക് സുഖമായി ഉമ്മാനെ നോക്കാൻ മോനിക്ക് സമയമല്ല, ഓൻ തിരക്കാണ്. വലിയ ജോലിയാവുമ്പോ വലിയ തിരക്കാവും. ഓന്റെ ഭാര്യക്കും സമയമല്ല, ഉമ്മാനെ നോക്കാനോ ഉപ്പാനെ നോക്കാനോ സമയമല്ല. കാരണം ഓലക്കൊക്കെ തിരക്കാണ്, ഓല് വലിയ ജോലിക്കാരാണ്. അപ്പൊ പിന്നെ ഉമ്മാനെ സുഖമായി നോക്കണ്ടേ? അതുകൊണ്ട് സുഖമായി നോക്കാൻ പറ്റുന്ന സ്ഥലത്ത് കൊണ്ടാക്കും. സ്കൂൾ പഠിപ്പിക്കാൻ വേണ്ടി മക്കളുടെ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം തീരുന്നതല്ല. അത് കഴിഞ്ഞിട്ടും മതബോധമുള്ള മക്കളായി നമ്മളെ മക്കളെ വളർത്തില്ലെങ്കിൽ ഉമ്മ ഈ വിചാരിക്കുന്ന സുഖം, ഉമ്മ വിചാരിക്കുന്ന മക്കളുടെ വലിയ ജോലി കൊണ്ടുള്ള സുഖമായ ജീവിതം അത് വൃദ്ധസദനത്തിലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പീഡനം അനുഭവിച്ച് ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടുപോയി നമ്മളെ നോക്കും, ന്യൂസിൽ വരും. മക്കളെ പഠിപ്പിക്കുമ്പോ വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിപ്പിച്ചാൽ ദുന്യാവും പോയി ആഖിറവും പോയി. മക്കളുടെ ദുന്യാവും പോയി ആഖിറവും പോയി. ഉമ്മാന്റെയും വാപ്പാന്റെയും ദുന്യാവും പോയി ആഖിറവും പോയി. ഈ കുട്ടി നാളെ പറയല് ഉമ്മാനെ ഉപ്പാനെയല്ലേ ആഖിറത്തിൽ? ഇവിടുന്ന് സുഖം പ്രതീക്ഷിച്ച സുഖം കിട്ടുമോ? മകൻ ലക്ഷക്കണക്കിന് ഉറുപ്പിക ശമ്പളം വാങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടാൻ? ഒന്നും കിട്ടൂല, വെറുതെ വിചാരിക്കാൻ. നിങ്ങൾ മരിച്ചു പോയാൽ ഈ കുട്ടിക്ക് തിരക്കാൻ വലിയ ജോലിയാ. ഒരു ഫാത്തിഹ ഓതി ഹദി ചെയ്യാൻ എനിക്ക് സമയമുണ്ടോ? നിങ്ങളുടെ പേരിൽ സ്വതക്ക ചെയ്യാൻ എനിക്ക് കഴിയോ? ഖബറും പുറത്തു വന്ന് സലാം പറയാൻ എനിക്ക് കഴിയോ? അതുകൊണ്ട് മതബോധമുള്ള കുട്ടികളെ എത്ര നല്ല മനുഷ്യന്മാരുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ഡോക്ടർമാരില്ലേ, ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളരുന്ന ഡോക്ടർമാർ, അള്ളാഹുവിനെ പേടിച്ച് നടക്കുന്നവർ. ഭൗതിക വിദ്യാഭ്യാസം നമുക്ക് വേണം, അത് ഇസ്ലാമിന്റെ ഇസ്സത്താണ്. പക്ഷേ മതവിദ്യാഭ്യാസം നിർത്തിയിട്ടല്ല. 5ാം ക്ലാസ് മദ്രസ നിർത്തിയിട്ടോ 10ാം ക്ലാസ്സിൽ നിർത്തിയിട്ടോ അല്ല. സ്വദേശി ദർസും അതിനുശേഷം പള്ളിയിൽ വന്ന് ഓതുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ ഡോക്ടർമാർ സമൂഹത്തിലുണ്ട്. കഴിഞ്ഞ നമ്മുടെ യൂത്ത് മീറ്റ് ഇവിടെ നടക്കുമ്പോ ഒരു ഡോക്ടർ ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്നു. ഡോക്ടർ ഷഹദ്, ചെറുപ്പക്കാരനാ.
ആദവനാടുള്ള ഡോക്ടറാണ്. ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന, വൈകുന്നേരമായാൽ ജോലിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് എന്ന ഫിക്റിലും ദിക്റിലും നടക്കുന്ന ഡോക്ടർ. നമ്മുടെ 26-ല്ലേ, 26-നല്ലേ വെള്ളം, നോമ്പ് 26-ന്റെ അന്ന് തറാവീഹ് ശേഷം വെള്ളം ഞാൻ കൊടുക്കാന്നാ മൂപ്പര് പറഞ്ഞു പോകുമ്പോ. നമ്മുടെ പള്ളിയിൽ, ഇവിടെ ഈ നാട്ടുകാരനല്ല, ആദവനാട്ടുകാരനാണ്. ഞാൻ പറഞ്ഞിരുന്നു, എത്ര വലിയ വിദ്യാഭ്യാസമാണെങ്കിലും മതബോധത്തിൽ മക്കൾ വളരണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് കൊണ്ടോ നിങ്ങളുടെ മക്കളെ കൊണ്ടോ ഒരു കാര്യവും കിട്ടില്ല എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കുക. നമ്മൾ നാളെ കരയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പറയാം. എല്ലാ ക്ലാസ്സുകളിലും മുടങ്ങാതെ പങ്കെടുക്കാനുള്ള ഒരു ഖൽബ്, മനസ്സ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളാക്കിയ, നമ്മളെ ഇബാദത്ത് പഠിപ്പിച്ച, നമ്മളെ നിസ്കാരം പഠിപ്പിച്ച, സദഖ പഠിപ്പിച്ച, നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച, ദീനി ചുറ്റുപാടിലും അന്തരീക്ഷത്തിലും നമ്മളെ വളരാൻ വേണ്ടി കൈപിടിച്ച് നടത്തിയ നമ്മുടെ ഉമ്മ, ഉപ്പ, വല്ലിപ്പ, വല്യമ്മമാർ പലരും ഇന്ന് ഖബറിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അവസ്ഥ നന്നാക്കി കൊടുക്കട്ടെ. എന്ത് രീതിയിലുള്ള പ്രയാസമാണ് അനുഭവിക്കുന്നത് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. പരിശുദ്ധമായി ഈ ദിവസത്തിന്റെ ഹഖ്ജാഹ് ബറക്കത്തുണ്ട്, ഈ ഇൽമിന്റെ ബറക്കത്തുണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്തുണ്ട്, ബദരീങ്ങളെ ബറക്കത്തുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ഖബറിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങൾ അള്ളാഹു അവരെയും നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇത്തരം മജ്ലിസ് സംഘടിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന അംസാജിയെ പോലെയുള്ള ആളുകളുണ്ട്. അവരുടെ പല ജോലിയും കാര്യങ്ങളും തിരക്കുകൾക്കൊക്കെ ഇടയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ അടക്കം ഒരുപാട് ആളുകൾ, അള്ളാഹു അവർക്കൊക്കെ ഒരുപാട് കാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. أوصل اللهم ثواب قراءتنا وبركة دعائنا إلى حضرة نبينا وحبيبنا وشفيعنا محمد المصطفى رسول الله صلى الله عليه وسلم، وإلى حضرات جميع الأنبياء والمرسلين، وإلى حضرة أبي العباس خضر عليه السلام، وإلى حضرة جبريل عليه السلام، وإلى حضرة ميكائيل عليه السلام، وإلى حضرات جميع الملائكة الكرام، وإلى حضرات أصحاب البدريين والحديين والحنينيين والخندقيين والخيبريين والتبوكيين وسائر الصحابة والقرابة كلهم أجمعين، وإلى حضرة غوث العظم قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز، وإلى حضرة سلطان العارفين الشيخ أحمد الكبير الدفاعي قدس الله سره العزيز، وإلى حضرة مولى الدبير قطب الزمان السيد علوي المنفرمي قدس الله سره، وإلى حضرات آل النبي صلى الله عليه وسلم كلهم أجمعين، وإلى حضرات أهل بيت النبي صلى الله عليه وسلم كلهم أجمعين، وإلى حضرات أهل الخير كلهم أجمعين. اللهم ارفع درجاتهم، اللهم ارفع درجاتهم، اللهم ارفع درجاتهم. اللهم انفعنا بعلومهم وأسرارهم وبركاتهم بالدين والدنيا والآخرة، شرفا على شرفهم وفضلا على فضلهم. اللهم بحقهم وبجاههم وبقربهم لديك ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم آتنا ومن نبيناهم خير الدنيا وخير الآخرة، واصرف عنا وعنهم شر الدنيا وشر الآخرة. اللهم قنا وقهم شر ما قضيت. اللهم قض حوائجنا وحوائجهم يا قاضي الحاجات. اللهم قض حوائجنا وحوائجهم يا قاضي الحاجات. اللهم قض حوائجنا وحوائجهم يا قاضي الحاجات. اللهم إنا نسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا، واجعل حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقابهم من الديون والمظالم والنار. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار.
اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا. أوصل اللهم ثواب قراءتنا وبركة دعائنا إلى حضرات من ماتوا منا يا رب العالمين، وإلى حضرات جميع المؤمنين المسلمين المسلمات. اللهم اجعل قبرنا وقبورهم روضة من رياض الجنة، ولا تجعل قبرنا وقبورهم حفرة من حفر النيران. اللهم اجمع، اللهم اغفر لنا ولهم، اللهم اغفر لنا ولهم، اللهم اغفر لنا ولهم. اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. صلى الله تعالى وسلم. سبحان ربك رب العزة عما يصفون، سبحان ربك رب العزة عما يصفون، وسلام على المرسلين.